നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യാമ്പലത്ത് CPM നേതാക്കളുടെ സ്മൃതി കുടീരം വികൃതമാക്കിയ നിലയിൽ അക്രമം രാഷ്ട്രീയ വിരോധം കൊണ്ടെന്ന് MV ജയരാജൻ. പിന്നിൽ തെരഞ്ഞെടുപ്പിൽ LDF വിജയിക്കുമെന്ന ആശങ്കയെന്നും MV. കാഴ്ച പരിമിതിയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പരിശീലനം. ലക്ഷ്യം സ്വതന്ത്രവും തടസ്സരഹിതവുമായ വോട്ടിംഗ്. പരിശീലനം നടത്തിയത് ബ്രെയിൻ ലിപി അടയാളപ്പെടുത്തിയ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച്. അന്ത്യ അത്താഴത്തിൻ്റെ സ്മരണയിൽ ക്രൈസ്തവർക്ക് ഇന്ന് പെസഹ വ്യാഴം. ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷകൾ. വാർത്തകൾ വിശദമായി. പയ്യാമ്പലത്തെ CPM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ കരിയോയിലൊഴിച്ച് വൃത്തികേടാക്കി. കോടിയേരി ബാലകൃഷ്ണൻ, EK നായനാർ, ചടയൻ ഗോവിന്ദൻ തുടങ്ങിയവരുടെ സ്മൃതി മണ്ഡപങ്ങളിലാണ് കരിയോയിലിന് സമാനമായ കെമിക്കൽ ഒഴിച്ച് വൃത്തികേടാക്കിയത്. CPM സ്മൃതി കുടീരങ്ങളിലാണ് അതിക്രമം. നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കുകയായിരുന്നു. കെമിക്കൽ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വികൃതമാക്കിയിട്ടുള്ളത്. പോളിഷ് പോലുള്ള ദ്രാവകമാണ് ഒഴിച്ചതെന്ന് കരുതുന്നു. EK നായനാർ, ചടയൻ ഗോവിന്ദൻ, O ഭരതൻ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളിലാണ് ഇത്തരം ചെയ്തികൾ ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്ത കോടിയേരിയുടെ മുഖം പോളിഷ് ഉപയോഗിച്ച് വികൃതമാക്കിയിട്ടുണ്ട്. ആസൂത്രിതമായിട്ടുള്ള അക്രമമാണെന്ന് CPM നേതാവ് PK ശ്രീമതി പ്രതികരിച്ചു. മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ അത്യന്തം നീചമായ ചെയ്തിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് നേതാക്കൾ പ്രതികരിച്ചു. MV ജയരാജൻ ജയിക്കുമെന്നുള്ള ചേതോ വികാരമാണ് ഇതിന് പിന്നിലെന്നും പുലർച്ചെയോടെയാണ് സംഭവം നടന്നതെന്നുമാണ് നേതാക്കൾ പ്രതികരിച്ചത്. പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി കേസ് രജിസ്റ്റർ ചെയ്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. പയ്യാമ്പലത്തെ അതിക്രമം രാഷ്ട്രീയ വിരോധം വെച്ച് തന്നെയെന്ന് MV ജയരാജൻ. സമാധാനപരമായുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് ലക്ഷ്യം. ഇടതുപക്ഷത്തിന്റെ വിജയം പലരെയും വിരളി പിടിപ്പിക്കുന്നുണ്ട് എന്നും MV ജയരാജൻ പറഞ്ഞു. പയ്യാമ്പലം പല മഹാന്മാരുടെയും സ്തൂപങ്ങളുള്ള വൈകാരിക ഇടമാണെന്നും ഒരു പ്രത്യേക വിഭാഗത്തിലെ രൂപങ്ങൾ വികൃതമാക്കിയത് ഇതിലെ രാഷ്ട്രീയ വിരോധമാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും MV ജയരാജൻ പറഞ്ഞു. സ്മൃതി കുടീരം മോശമാക്കുക, എന്തെങ്കിലും രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുക എന്നത് അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത്തരം നേതാക്കന്മാർ ചെയ്ത നല്ല കാര്യങ്ങളെ മോശമാക്കുന്നതും മരിച്ചാലും വിടില്ല എന്ന് പറയുന്ന ഒരു നിലപാടുമാണ്. ഈ അക്രമികൾക്കൊരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. ആ രാഷ്ട്രീയ ഉദ്ദേശം വളരെ വ്യക്തവുമാണ്. അപ്പം അത് തിരിച്ചറിയേണ്ടത് സമാധാന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ അലങ്കോലപ്പെടുത്തുക. മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദീർഘകാല സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഡോക്ടർ അജിത് കുമാർ, KP മഹിജ എന്നിവർക്ക് യാത്രയപ്പും വാർഷികാഘോഷവും നടത്തി. വാർഷിക ഉദ്ഘാടനം, ഉപഹാര സമർപ്പണം എന്നിവ സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ നിർവഹിച്ചു. ഇവിടെ പോയാലും കൈകൊടി ഇതിപ്പം മെഗാ തിരുവാതിര പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ടീച്ചറോട് ടീച്ചറെ ഞാൻ കണ്ടു. ഞാൻ ചെറുതേക്ക് വന്നപ്പോൾ കൈകൊട്ടി കളിയുണ്ട്, തിരുവാതിര കളിയുണ്ട്. അപ്പൊ ആ ടീച്ചറുടെ പേര് ഷൈൻ ചെയ്യുന്നുണ്ട്. ഷൈൻ ടീച്ചറെ ഷൈൻ ചെയ്യാൻ റെഡിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 10 ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വളരെ സന്തോഷകരമായിട്ട് അതിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് നമുക്ക് സ്ത്രീകൾ അങ്ങനെ പുറത്തൊന്നും പോകില്ല, കാര്യമായ പരിപാടികളൊന്നും പങ്കെടുക്കില്ല. കാരണം ഒന്ന് മടി, പിന്നെ പെണ്ണുങ്ങൾ പൂരകളി അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഈ തിരുവാതിരകളൊക്കെ കളിച്ചാൽ അല്ലെങ്കിൽ നാടകം കളിച്ചാൽ വലിയ കുറ്റാണ്. അങ്ങനെ നാടകം കളിക്കാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് നല്ല അഭിപ്രായമൊന്നും ആരും പറഞ്ഞില്ല. പറയോ? കഴിഞ്ഞ ദിവസം ഒരു യാത്രയപ്പ് സമ്മേളനം ഉണ്ടായിരുന്നു. ആ യാത്രാ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നവരെ കുറിച്ചൊക്കെ അവരുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ എനിക്ക് മുമ്പേ അല്ല അവർ സംസാരിച്ചത്, എനിക്ക് ശേഷമാണ് അവർ സംസാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ സിനിമാ രംഗത്ത്, നാടക രംഗത്തൊക്കെ സ്ത്രീകൾ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സജിത, വൈസ് പ്രസിഡന്റ് C വിജേഷ്, വാർഡ് മെമ്പർ ലക്ഷ്മി P പ്രഭാകരൻ, PTA പ്രസിഡന്റ് T പ്രജീഷ്, പ്രിൻസിപ്പൽ ഇൻചാർജ് ഹക്കീം പുന്നക്കൽ, ഹെഡ് മിസ്ട്രസ് V ജ്യോതി, ബിനിൽകുമാർ, NK സതീശൻ എന്നിവർ സംസാരിച്ചു. സമൂഹ നോമ്പുതുറ, മെഗാ തിരുവാതിര, കുട്ടികളുടെ കലാപരിപാടികൾ, കരോക്കെ ഗാനമേള, കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പ്രജീഷ് ഏഴോം നയിച്ച നാട്ടറിവ് പാട്ട് തുടങ്ങിയ പരിപാടികളും അരങ്ങേറി.
പയ്യന്നൂരിൽ മാഹി മദ്യവുമായി മധ്യവയസ്കൻ കസ്റ്റഡിയിൽ. 20 കുപ്പി മാഹി മദ്യവുമായി മമ്മൂഞ്ഞി എന്ന മുഹമ്മദ് കുഞ്ഞിയാണ് എക്സൈസ് കസ്റ്റഡിയിലായത്. ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗമായാണ് റെയ്ഡ് നടന്നത്. ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് നടക്കുന്ന സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായാണ് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് വി ഷാജിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഭാഗത്ത് റെയ്ഡ് നടന്നത്. റെയ്ഡിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് 20 കുപ്പി മാഹി മദ്യവുമായി പാടിയൊട്ടിച്ചാൽ സ്വദേശി മമ്മൂഞ്ഞി എന്നറിയപ്പെടുന്ന മുഹമ്മദ് കുഞ്ഞി എക്സൈസ് പിടിയിലാവുന്നത്. ഇയാൾക്കെതിരെ അബ്കാരി ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ കെ രാജേന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർ സനേഷ് PV, എക്സൈസ് ഡ്രൈവർ അജിത് PV എന്നിവരും ഉണ്ടായിരുന്നു. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യാമ്പലത്ത് CPM നേതാക്കളുടെ സ്മൃതി കുടീരം വികൃതമാക്കിയ നിലയിൽ അക്രമം രാഷ്ട്രീയ വിരോധം കൊണ്ടെന്ന് MV ജയരാജൻ. പിന്നിൽ തെരഞ്ഞെടുപ്പിൽ LDF വിജയിക്കുമെന്ന ആശങ്കയെന്നും MV. കാഴ്ച പരിമിതിയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പരിശീലനം. ലക്ഷ്യം സ്വതന്ത്രവും തടസ്സരഹിതവുമായ വോട്ടിംഗ്. പരിശീലനം നടത്തിയത് ബ്രെയിൻ ലിപി അടയാളപ്പെടുത്തിയ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച്. അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ ക്രൈസ്തവർക്ക് ഇന്ന് പെസഹ വ്യാഴം. ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷകൾ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. അന്ധരും കാഴ്ച പരിമിതിയുള്ളവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പരിശീലനം നൽകി. സ്വീപ്പിന്റെ നേതൃത്വത്തിൽ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. തോട്ടട സമാജ്വാദി കോളനിക്ക് സമീപമുള്ള KFB ഓഫീസിൽ അസിസ്റ്റന്റ് കളക്ടറും സ്വീപ്പ് നോഡൽ ഓഫീസറുമായ അനൂപ് ഗാർഗ് ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായും തടസ്സരഹിതമായും വോട്ട് ചെയ്യുന്നതിന് ബ്രെയിൻ ലിപി അടയാളപ്പെടുത്തിയിട്ടുള്ള EVM, VVPAT വോട്ടിംഗ് മെഷീൻ എന്നിവ ക്ലാസിൽ പരിചയപ്പെടുത്തി. തോട്ടട സമാജ്വാദി കോളനിക്ക് സമീപമുള്ള KFB ഓഫീസിൽ അസിസ്റ്റന്റ് കളക്ടറും സ്വീപ്പ് നോഡൽ ഓഫീസറുമായ അനൂപ് ഗാർഗ് ഉദ്ഘാടനം ചെയ്തു. Education and electoral participation.
So the whole idea is to make sure that everyone in the country gets a right to vote, and that is why the main plank of Election Commission of India is that accessible and barrier-free elections. Yesterday in LA, when we were speaking to students, that time we were mentioning how Election Commission of India makes sure that every voter, no matter how remote they are located in northeast, in Jammu Kashmir, wherever any part of country, they make sure that every person gets a right to vote, and that is why every money that is spent on elections is worth it. And on that front, Election Commission of India has taken lot of measures. For instance, in the polling stations, there are wheelchairs in Alara polling station. More than 1800 polling stations are there only in Kannur district. So every polling station has a wheelchair. There are volunteers in the polling station to assist people. At the same time, as we know that EVM has the Braille feature. So all this continuous innovation and creativity, all this is just to make sure that every citizen in our country gets a right to vote and choose his or her public representative. ജില്ലാ സാമൂഹിക നീതി ഓഫീസർ പി ബിജു അധ്യക്ഷത വഹിച്ചു. സ്വീപ് കണ്ണൂർ മണ്ഡലം നോഡൽ ഓഫീസർ പ്രമോദ് പുല്ലാഞ്ഞിക്കാട്ടിൽ ക്ലാസ് എടുത്തു. സ്വീപ് ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ സാജൻ സി വർഗീസ്, PWD നോഡൽ ഓഫീസർ സുജയ, കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ജില്ലാ സെക്രട്ടറി TN മുരളീധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KV പ്രേമലത, സ്വീപ് ടീം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി MV ജയരാജനെതിരെ ദുരുദ്ദേശപരവും വസ്തുതകളെ വളച്ചൊടിക്കുന്നതുമായ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ അടിയന്തര നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് LDF കണ്ണൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി N ചന്ദ്രൻ ജില്ലാ പോലീസ് മേധാവിക്കും ഇലക്ഷൻ കമ്മീഷനും ജില്ലാ കലക്ടർക്കും പരാതി നൽകി. തെരഞ്ഞെടുപ്പിലെ ദയനീയമായ തോൽവി മുന്നിൽ കണ്ടാണ് BJP UDF നേതൃത്വത്തിന്റെ അറിവോടെ ഇത്തരം ദുഷ്പ്രചാരണം എന്നും ചന്ദ്രൻ പറഞ്ഞു. 14 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ വീഡിയോയിൽ കൃത്രിമമായ അടിക്കുറിപ്പ് ചേർത്ത് ഇപ്പോൾ നടക്കുന്ന സംഭവമാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള വീഡിയോ മതസ്പർദ്ധ വളർത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ആസൂത്രിതമായി തയ്യാറാക്കുകയായിരുന്നു എന്നാണ് പരാതി. UDF BJP നേതാക്കൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുമുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ തോൽവി മുന്നിൽ കണ്ട BJP UDF നേതൃത്വത്തിന്റെ പൂർണ്ണമായ അറിവോടെയാണ് ഇത്തരത്തിൽ നിരവധി വീഡിയോകളാണ് പ്രചരിക്കുന്നതെന്നും N ചന്ദ്രൻ പറഞ്ഞു. മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഇത്തരക്കാർക്കെതിരെ ജാഗ്രതയോടെ ഇരിക്കണമെന്നും N ചന്ദ്രൻ അഭ്യർത്ഥിച്ചു. നിരോധിത വസ്തുക്കൾ പ്രദർശിപ്പിച്ച് വിൽപ്പന നടത്തി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി നടപടികൾ സ്വീകരിച്ചു. പാനൂർ നഗരസഭയിലെ കരിയാട് EC സൂപ്പർ മാർക്കറ്റിലാണ് നിരോധിത വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നത്. തൊട്ടടുത്ത സെവൻസ് എന്ന സ്ഥാപനത്തിൽ നിന്നും നിരോധിത ക്യാരി ബാഗുകളും പിടിച്ചെടുത്തു. ഇരു സ്ഥാപനത്തിനും 10,000 രൂപ വീതം പിഴ ചുമത്തി. തുടർ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് പാനൂർ നഗരസഭാ പരിധിയിൽ കരിയാട് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് 300 മില്ലി കുടിവെള്ള കുപ്പി അടക്കം 1 ടണ്ണിലധികം നിരോധിത ഉൽപ്പന്നങ്ങൾ 2 സ്ഥാപനങ്ങളിൽ നിന്നായി കണ്ടെടുത്തത്. EC മാർട്ട് സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനത്തിൽ പ്ലാസ്റ്റിക് പേപ്പറുകൾ, കപ്പ്, ഗാർബേജ് ബാഗ്, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് സ്പൂണുകൾ, തെർമോകോൾ പ്ലേറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരോധിത വസ്തുക്കൾ ആകർഷകമായ രീതിയിൽ പരസ്യമായി പ്രദർശിപ്പിച്ചാണ് വിൽപ്പന നടത്തിയിരുന്നത്. ഇതേ സ്ഥാപനത്തിന്റെ പിറകിലെ ഗോഡൌണിൽ നിന്നും നിരോധിത 300 മില്ലി ലിറ്റർ 2000 കുടിവെള്ള കുപ്പികളും പിടിച്ചെടുത്തു. നിരോധിത ഉൽപ്പന്നങ്ങൾ തൊട്ടടുത്ത ജില്ലയായ കോഴിക്കോട് നിന്നാണ് എത്തിച്ചിരുന്നത്. കരിയാട് ടൗണിലെ തന്നെ സെവൻസ് എന്ന സ്ഥാപനത്തിൽ നിന്നും 75 കിലോ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉൾപ്പെടെയുള്ള നിരോധിത വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 2 സ്ഥാപനങ്ങൾക്കും 10,000 രൂപ വീതം പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ പാനൂർ നഗരസഭയ്ക്ക് ജില്ലാ സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് ടീം ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷെരീഖുൽ അൻസാർ എന്നിവരോടൊപ്പം പാനൂർ നഗരസഭാ സെക്രട്ടറി A പ്രവീൺ, ക്ലീൻ സിറ്റി മാനേജർ ശശി നടുവിലക്കണ്ടിയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗം ജീവനക്കാരും പങ്കെടുത്തു. ഓവുചാൽ വൃത്തിയാക്കി. ജില്ലാ ആശുപത്രിയുടെ പിറകുവശത്തുള്ള ഓവുചാൽ ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരവും ആശുപത്രിയുടെ നേതൃത്വത്തിലുമാണ് വൃത്തിയാക്കിയത്. മരച്ചില്ലുകളും ചപ്പുചവറുകളും അടിഞ്ഞുകൂടിയത് ഓവുചാലിലെ വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമുണ്ടാക്കിയിരുന്നു. ഈ അവസരത്തിലാണ് വൃത്തിയാക്കൽ നടപടികൾ ആരംഭിച്ചത്. ഒരിടവേള കൂടി. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യാമ്പലത്ത് CPM നേതാക്കളുടെ സ്മൃതി കുടീരം വികൃതമാക്കിയ നിലയിൽ അക്രമം രാഷ്ട്രീയ വിരോധം കൊണ്ടെന്ന് MV ജയരാജൻ. പിന്നിൽ തെരഞ്ഞെടുപ്പിൽ LDF വിജയിക്കുമെന്ന ആശങ്കയെന്നും MV. കാഴ്ച പരിമിതിയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പരിശീലനം. ലക്ഷ്യം സ്വതന്ത്രവും തടസ്സരഹിതവുമായ വോട്ടിംഗ്. പരിശീലനം നടത്തിയത് ബ്രെയിൻ ലിപി അടയാളപ്പെടുത്തിയ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച്.
അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ ക്രൈസ്തവർക്ക് ഇന്ന് പെസഹ വ്യാഴം. ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷകൾ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർക്ക് ഇന്ന് പെസഹ വ്യാഴം. ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ഈസ്റ്ററിലേക്ക് എത്തുന്ന വിശുദ്ധ ആഴ്ചയിലെ വിശുദ്ധ ബുധന് ശേഷം ദുഃഖവെള്ളിക്ക് മുൻപായി 5-ാം ദിവസമാണ് പെസഹ വ്യാഴം. യേശു തൻ്റെ അപ്പോസ്തലന്മാരുമൊത്ത് അവസാനമായി കഴിച്ച അത്താഴത്തിന്റെ ഓർമ്മയ്ക്കാണ് ഈ ആചാരം. കുരിശുമരണത്തിന് മുന്നോടിയായി ക്രിസ്തുദേവൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് പെസഹ വ്യാഴം ആചരിക്കുന്നത്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷകൾ നടന്നു. ക്രിസ്ത്യൻ കലണ്ടറിലെ ഒരു പ്രധാന ദിവസമാണ് വിശുദ്ധ വ്യാഴാഴ്ച എന്നറിയപ്പെടുന്ന പെസഹ വ്യാഴം. ഈസ്റ്റർ ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള വ്യാഴാഴ്ചയാണ് പെസഹിയായി കണക്കാക്കുക. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരൊത്തുള്ള അവസാനത്തെ അത്താഴത്തെ അനുസ്മരിക്കുന്നതിനാൽ ഇതിന് വലിയ പ്രാധാന്യവുമുണ്ട്. ഈ സുപ്രധാന വേളയിൽ യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും താഴ്മയോടെ തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും സേവനത്തിന്റെയും വിനയത്തിന്റെയും ശക്തമായ മാതൃക ഉയർത്തിക്കാട്ടുകയും ചെയ്തുവെന്ന് വിശ്വാസം. KSTA കണ്ണൂർ നോർത്ത് സബ് ജില്ലാ കൗൺസിലും യാത്രയയപ്പും ഇഫ്താർ വിരുന്നും നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC മഹേഷ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് അത് ഈ കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആരോഗ്യരംഗത്ത് എല്ലാ രംഗത്തും നിരവധിയായ ദുരന്തങ്ങളെ നേരിടേണ്ടി വന്നപ്പോഴും അതും നാളിതുവരെ ഒരു സർക്കാരിനും അഭിമുഖീകരിക്കേണ്ടി വരാത്ത അത്രയും രൂക്ഷമായിട്ടുള്ള പ്രളയമായാലും ലോകമാകെ പകച്ചുപോയ കോവിഡിന്റെ മുന്നിലും കൃത്യമായ മാതൃകയായ ഒരു ബദൽ മുന്നോട്ട് വെച്ച ഒരു കേരളം. ആ കേരളം ലോകത്തിന് മുന്നിൽ 3.5 കോടി മലയാളികളുടെ അഭിമാനം
ഉപജില്ലാ പ്രസിഡന്റ് PV സിന്ധു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KC സുധീർ, ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങളായ KP മനോജ് കുമാർ, M പ്രീന, TK പ്രദീപൻ, ഉപജില്ലാ സെക്രട്ടറി ദേവേശൻ ചാത്തോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മലയാള സാഹിത്യ പുരസ്കാര ജേതാക്കളായ TV വിലാസിനി, ഡോക്ടർ K പ്രസീത എന്നിവരെ അനുമോദിച്ചു. വിരമിക്കുന്ന അധ്യാപകരുടെ മറുപടി പ്രസംഗമുണ്ടായിരുന്നു. തുടർന്ന് ഇഫ്താർ വിരുന്നും നടന്നു. ശേഷം അധ്യാപകരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പുണാദി രാമഗുരു UP സ്കൂളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പുതിയതൊരു ബിലാൽ മസ്ജിദ് ഖത്തീബ്, ജാബിർ ഫൈസി, പ്രധാന അധ്യാപിക ധനലക്ഷ്മി, ബിജു മാസ്റ്റർ, PTA പ്രസിഡന്റ് വിജേഷ് എന്നിവർ പങ്കെടുത്തു. ഷിജാസ് ശിവോഹം ആർട്ട് ഗാലറിയുടെ നേതൃത്വത്തിൽ പ്രശസ്ത ചിത്രകാരി ഷീജ പ്രമോദ് പരിശീലനം നൽകിയ 45 പേർ വരച്ച 150ലധികം ചിത്രങ്ങളുടെ പ്രദർശനം ആത്മരംഗ് മാർച്ച് 30, 31 തീയതികളിൽ കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഷീജ പ്രമോദിന്റെ പ്രധാന ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ടാവും. പ്രദർശനം മാർച്ച് 30 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഡോക്ടർ V ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്യും. ഷീജ ശിവോഹം ആർട്ട് ഗാലറി അവതരിപ്പിക്കുന്ന ആത്മരംഗ് ചിത്ര പ്രദർശനത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനൊരു മീറ്റിംഗ്. മാർച്ച് 30, 31 തീയതികളിലാണ് കണ്ണൂർ ചേംബർ ഹാളിൽ ഇങ്ങനൊരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നത്. 12 വയസ്സ് മുതൽ 68 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസിനെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്രദർശനം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ അത്യാവശ്യമായ കുറച്ച് പെയിൻറ്റിങ്സും കൂടി ഉണ്ടാകും. ചേംബർ ഹാളിൽ വെച്ച് നടക്കുന്ന ഈ ഇനോഗ്രേഷനിൽ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ഡോക്ടർ V ശിവദാസൻ ആണ്, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. ഇതിന് ഗസ്റ്റ് ഓഫ് ഓണർ PP ദിവ്യ മാം ആണ്. പിന്നെ ഫെലിസിറ്റേഷൻ TK രമേഷ് കുമാർ, പ്രസിഡന്റ് ഓഫ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ്. ഗിഫ്റ്റ് ഓഫ് ലവ് നടക്കുന്നത് ഡോക്ടർ V ശിവദാസൻ. എന്തായാലും പ്രസിഡൻഷ്യൽ അഡ്രസ് ഡോക്ടർ CV രവീന്ദ്രനാഥ് നിർവഹിക്കും. നമ്മുടെ ഭദ്രദീപം കൊളുത്തിക്കൊണ്ടാണ് ഇനോഗ്രേഷൻ ചെയ്യുന്നത്. പെയിൻറ്റിങ്സ് എന്ന് പറയുമ്പം മ്യൂറൽ പെയിൻറ്റിങ്സ്, തഞ്ചാവൂർ ആർട്ട്, മോഡേൺ ആർട്ട്, സാരി പെയിൻറ്റിങ്സ്, അങ്ങനെ കുറേ തരത്തിലുള്ള എല്ലാവിധ പെയിൻറ്റിങ്സുകളും അവിടെ കാണാൻ പറ്റും. എല്ലാവിധ പെയിൻറ്റിങ്സുകളുടെ ക്ലാസ്സസും ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഒരു 500 above സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും സെലക്റ്റീവായ ഒരു എന്താ പറയുക എക്സിബിഷന് പ്രാപ്തരായ ഒരു 45 സ്റ്റുഡൻസിനെ വെച്ചിട്ടാണ് ഈ ഒരു എക്സിബിഷൻ. കണ്ണൂരിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു 45 സ്റ്റുഡൻസിനെ വെച്ചിട്ടുള്ള ഒരു എക്സിബിഷൻ എന്ന് എനിക്ക് തോന്നുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മുഖ്യ അതിഥിയായിരിക്കും. കൃഷ്ണ ജ്വൽസ് മാനേജിംഗ് പാർട്ണർ ഡോക്ടർ CV രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കും. ചേംബർ പ്രസിഡന്റ് TK രമേഷ് കുമാർ, ഷീജ പ്രമോദ്, M പ്രമോദ് കുമാർ എന്നിവർ സംസാരിക്കും. 12 വയസ്സ് മുതൽ 68 വയസ്സ് വരെയുള്ളവർ വരച്ച ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. പലരും ഉള്ളിലടക്കി വെച്ച കഴിവുകൾ വൈകിയ വേളയിൽ പരിശീലനത്തിലൂടെ സാധ്യമാക്കി രംഗത്ത് വരികയായിരുന്നു. അത്ഭുതകരമായ സാക്ഷാത്കാരം എന്നാണ് ഓരോ ചിത്രവും പറയുന്നത്. മ്യൂറൽ പെയിന്റിംഗ്, പോട്ട് പെയിന്റിംഗ്, വാട്ടർ കളർ പെയിന്റിംഗ്, മോഡേൺ ആർട്ട്, ക്രിയേറ്റീവ് ആർട്ട്, വാർലി ആർട്ട്, മധുബനി ആർട്ട്, സാരി പെയിന്റിംഗ്, നൈഫ് പെയിന്റിംഗ്, പോർട്രേറ്റ്, സ്റ്റാച്യു പെയിന്റിംഗ്, തഞ്ചാവൂർ പെയിന്റിംഗ്, ടൈൽ ആർട്ട് പെയിന്റിംഗ്, ന്യൂസ് പേപ്പർ ആർട്ട് തുടങ്ങിയ എല്ലാ മേഖലകളിലുമുള്ള ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ടാവും. വാർത്താസമ്മേളനത്തിൽ ശിവോഹം ആർട്ട് ഗാലറി ഡയറക്ടർ ഷീജ പ്രമോദ്, M പ്രമോദ് കുമാർ, പൂജ ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൈഭവ് എഡ്യൂക്കേഷൻ ട്രസ്റ്റും സങ്കൽപ്പ് IAS കേരളയും സംയുക്തമായി GK പിള്ള അനുസ്മരണവും ഛായാചിത്ര അനാച്ഛാദനവും സംഘടിപ്പിച്ചു. ചേലേരി ഈശാനമംഗലത്ത് നടന്ന പരിപാടിയിൽ അനില ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു. സങ്കൽപ്പ് IAS കേരള രക്ഷാധികാരി അഡ്വക്കേറ്റ് KK ബൽറാം അധ്യക്ഷത വഹിച്ചു. GK പിള്ള അനുസ്മരണ പ്രഭാഷണം പാലക്കാട് RSS വിഭാഗം സംഘചാലക് VK സോമസുന്ദരവും നിർവഹിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6170 രൂപ, പവന് 49,360 രൂപ, വെള്ളി 78 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യാമ്പലത്ത് CPM നേതാക്കളുടെ സ്മൃതി കുടീരം വികൃതമാക്കിയ നിലയിൽ അക്രമം രാഷ്ട്രീയ വിരോധം കൊണ്ടെന്ന് MV ജയരാജൻ. പിന്നിൽ തെരഞ്ഞെടുപ്പിൽ LDF വിജയിക്കുമെന്ന ആശങ്കയെന്നും MV.
കാഴ്ച പരിമിതിയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പരിശീലനം. ലക്ഷ്യം സ്വതന്ത്രവും തടസ്സരഹിതവുമായ വോട്ടിംഗ്. പരിശീലനം നടത്തിയത് ബ്രെയിൻ ലിപി അടയാളപ്പെടുത്തിയ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച്. അന്ത്യ അത്താഴത്തിൻ്റെ സ്മരണയിൽ ക്രൈസ്തവർക്ക് ഇന്ന് പെസഹ വ്യാഴം. ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.